എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 3 ദിവസം കൂടി മഴ തുടരും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവുമുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്തു നിന്നും, സമീർ C മുഹമ്മദ് കോഴിക്കോട് നിന്നും, സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നും ചേരുന്നുണ്ട്. നമ്മുടെ പ്രതിനിധികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചേരുന്നു. MG പ്രതീഷിലേക്കാണ് ആദ്യം പോകുന്നത്, തിരുവനന്തപുരത്തു നിന്ന്. പ്രതീഷ്, ഈ സംസ്ഥാനത്ത് 2 ദിവസമായി ശക്തമായ മഴയുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് കൂടുതൽ മഴയുള്ളത്. ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ, കാലാവസ്ഥാ പ്രവചനം, ആ രീതിയിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതാദ്യം പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം വരും മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വയനാട്, കണ്ണൂർ ജില്ലകളിലാണ്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലയിലുള്ളവരുമാണ് ഈ കൂടുതലും ജാഗ്രത പുലർത്തേണ്ടത്. ഇന്ന് ഈ മഴക്കെടുതികൾ പരിഗണിച്ച 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഒപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. 2.5 മീറ്റർ വരെ ഉയരത്തിൽ ശക്തമായ തിരമാലകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്താകെ ഒരു പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് ഈ മുന്നറിയിപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ഒപ്പം ഈ വെള്ളക്കെട്ടുള്ള മേഖലകൾ, തീരദേശ മേഖലകൾ, മലയോര മേഖലകൾ, ഇവിടേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ മഴക്കെടുതി, ഒപ്പം മഴക്കാല സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. അടിയന്തര സാഹചര്യമുള്ള ഇടങ്ങളിൽ വിന്യസിക്കാൻ NDRFന്റെ സംഘങ്ങളും ഇതിനോടകം തന്നെ സജ്ജമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യമുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. ഈ ജലാശയങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. ഒപ്പം നദികളിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദീതീരങ്ങളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്തായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ കൂടിയും ഒരു മങ്ങിയ ഒരു അന്തരീക്ഷമാണ്, മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഒപ്പം മധ്യ കേരളത്തിലും വടക്കും കേരളത്തിലുമായിരിക്കും മഴ കൂടുതൽ ശക്തമാവുകയും ചെയ്യുക. പ്രതീഷ് MG ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തിരുവനന്തപുരത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. നമ്മുടെ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, ചിലയിടങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് അവർ അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് മഴ കൂടുതൽ കനക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൽപ്പറ്റ, പനമരത്ത് ചെറുപുഴകൾ കരകവിഞ്ഞതിനെ തുടർന്ന് വയനാട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനമുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വയനാട്ടിലെ ഒരു സ്ഥിതി എന്താണ്? നമുക്കറിയാം, മലയോര മേഖലയാണ്. പലപ്പോഴും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചെറു മണ്ണിടിച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം രീതിയിലുള്ള നിരോധനങ്ങളുണ്ട്? എന്താണ് ഇന്ന് പ്രഭാതത്തിലുള്ള ഒരു സാഹചര്യം?
സ്മിത, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്തിന്റെ താഴ്ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള മഴയാണെങ്കിൽ, മറ്റു ജില്ലകളിൽ വലിയ രീതിയിലുള്ള മഴയാണെങ്കിൽ, വയനാടിനെ സംബന്ധിച്ച് അത്ര വലിയ മഴയായിരുന്നില്ല. പക്ഷേ മിനിഞ്ഞാന്ന് മുതൽ സ്ഥിതി മാറി, കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രി മഴയ്ക്ക്, ഇന്നലെ പകലുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിജാഗ്രത തുടരുകയാണ്. വയനാട്ടിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ ശക്തമായ അതിതീവ്ര മഴ പെയ്ത സംസ്ഥാനത്തെ ഇടങ്ങളിൽ പ്രധാനപ്പെട്ടത് 4 ഇടങ്ങൾ ഈ വയനാട് ജില്ലയിലാണ്. വാളാന്തോട്, കാപ്പിക്കുളം, നിലവിൽപ്പുഴ, തോറ്റമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അതിതീവ്രമായ മഴ പെയ്തത്. ഇവിടെയെല്ലാം 200-നും 240-നും ഇടയിൽ മില്ലിമീറ്റർ മഴ പെയ്തു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്ത് എത്തുന്നത്. ബാണാസുര ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ കല്ലോട്, വൈത്തിരി, തിരുനെല്ലി എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്തത്. പനമരം, ചെറുപുഴ കരകവിഞ്ഞു. കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ മേഖലയിലുള്ള ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ന് ജില്ലയിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. എന്നൂര് അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവേശനം ഉണ്ടാവുകയില്ല എന്നുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ നെല്ലിയമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് നെൽവയലുകളിലെ തോടുകളിൽ തോടുകൾ കരകവിഞ്ഞതോടെ ഇഷ്ടികക്കളങ്ങളെല്ലാം തന്നെ വെള്ളത്തിലായി. കല്ലൂർ വയനാട്ടിലെ സ്ഥിതി അതാണ്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിൽ അവധിയുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇരിട്ടി താലൂക്കിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കാം. കൂടുതൽ അവധി എവിടെയാണ് ഉള്ളതെന്നെല്ലാം. മലപ്പുറത്ത് നിന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട്, അവിടെ മഴയുണ്ടോ, മഴ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഉള്ളത്, ഇന്ന് സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്ന്. കോട്ടയത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എറണാകുളത്തും ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വന്ന കണ്ണൂരിലെ ഇരിട്ടി താലൂക്കിലുള്ള അവധിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. മലപ്പുറത്ത് എന്താണ് സ്ഥിതി എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, മലപ്പുറം ജില്ലയിൽ മഴയുണ്ടോ, മഴ മുന്നറിയിപ്പുണ്ടോ? സമീർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ മഴയുണ്ടോ? സ്മിത, ഞാനിപ്പോഴുള്ളത് മലപ്പുറത്തിന്റെ തീരദേശ മേഖലയിലാണ്. നിലവിൽ മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ട മഴ മാത്രമാണുള്ളത്. ജില്ലയിലുടനീളം ഒരു ശക്തമായ മഴ നിലവിലുള്ള എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നലെ രാത്രിയിലും ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ തീരദേശ മേഖലയൊക്കെ തന്നെ ഇന്നലെ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായിരുന്നു. എന്നാൽ രാത്രിയിൽ അതിനൊരു ശമനം ഉണ്ടായി എന്നുള്ളതാണ് തീരദേശ മേഖലയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നിലവിൽ പെരുമ്പടപ്പ്, പൊന്നാനി, ഒപ്പം തന്നെ വെളിയങ്കോട് വില്ലേജുകളിലായിരുന്നു ഈ കടലാക്രമണം രൂക്ഷമായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഇന്നലെ 50ഓളം വീടുകളിൽ വെള്ളം കയറുകയും ഒപ്പം തന്നെ മറ്റുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഒരു ക്യാമ്പ് മാത്രമാണ് തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പെരുമ്പടപ്പ് വില്ലേജിൽ മാത്രമാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളത്. ഇതിൽ ഒരു കുടുംബം മാത്രമാണ് നിലവിലുള്ളത്. മറ്റുള്ളവരെല്ലാവരും തന്നെ നിലവിൽ ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ കടലാക്രമണം രൂക്ഷമല്ലെങ്കിൽ പോലും ശക്തമായ ജാഗ്രത തുടരണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. പ്രത്യേകിച്ച് തീരദേശത്തുള്ള റോഡുകളൊക്കെ തന്നെ ഇന്നലത്തെ കടലാക്രമണത്തിൽ തകർന്ന ഒരു അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ പല വീടുകളിലും അപകട സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ കണക്കിലെടുത്തു ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ നിലവിൽ കടലിലേക്ക് പോകുന്നവരും പോകാൻ പാടില്ല. ഒപ്പം തന്നെ മറ്റുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും ഒറ്റപ്പെട്ട മഴയുണ്ട്. പ്രത്യേകിച്ച് ജില്ലയുടെ അപ്പുറത്തുള്ള ഭാഗം, പ്രത്യേകിച്ച് ഗൂഡല്ലൂർ പോലെയുള്ള ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്താൽ തന്നെ മലപ്പുറത്തിന്റെ മലയോര മേഖലയിൽ പുഴകളെല്ലാം തന്നെ നിറഞ്ഞു കവിഴുകയും അപ്രതീക്ഷിതമായ കുത്തിയൊഴുക്കുണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ പുഴയിലിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. സ്മിത, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ചേർന്നത്. ഇനി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഒരുപാട് പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു കൂടുതലും വിദ്യാർത്ഥികളാണ് എന്ന് തോന്നുന്നു, മഴയുണ്ടോ, ഇന്ന് അവധിയുണ്ടോ, ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പരിഭവം പറയുന്നുണ്ട്. എന്താണ് കോഴിക്കോടത്തെ ഇപ്പോഴത്തെ അവസ്ഥ? എന്തെല്ലാം മുന്നറിയിപ്പുകളുണ്ട്? സ്മിത, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. മണ്ണിടിച്ചിലിനൊക്കെ തന്നെയുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. എന്നാൽ നഗരമേഖലയിൽ കാര്യമായ മഴയില്ല. മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേരാമ്പ്രയിലും
അതുപോലെ തന്നെ നാദാപുരം, രാമനാട്ടുകര എന്നിവിടങ്ങളിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടങ്ങളിൽ വീടിന് മുകളിലേക്ക്, നാദാപുരത്തെ വീടിന് മുകളിലേക്ക് മണ്ണും അതുപോലെ തന്നെ മരങ്ങളും കടപുഴകി വീണുകൊണ്ട് ഒരു വീട് തകരുന്ന സാഹചര്യമുണ്ടായി. വീടിനകത്തുള്ളവർക്കൊന്നും കാര്യമായി പരിക്കേറ്റില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഒപ്പം തന്നെ രാമനാട്ടുകരയിൽ മരം കടപുഴകി വീണിട്ടുള്ള അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒപ്പം അതിന്റെ താഴ്ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ആപ്പ ഓട്ടോ അത് പൂർണ്ണമായും തകരുന്ന ഒരു ഘട്ടമുണ്ടായി. പേരാമ്പ്രയിലും വാഹനത്തിന് മുകളിലേക്കാണ്, ജീപ്പിന് മുകളിലേക്കാണ് ഈ മരം കടപുഴകി വീഴുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. കാപ്പാട് ബീച്ച് ഭാഗത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കടൽഭിത്തി പൂർണ്ണമായും തകരുന്ന ഘട്ടം. അതുകൊണ്ട് തുടർന്ന് ദേശീയപാതയിലോ അതായത് തീരദേശ പാത പൂർണ്ണമായും അടക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ശാന്തിനഗർ കോളനിയിലാണ്. വലിയ രീതിയിലുള്ള തിരമാലകൾ രാത്രി സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, കടലാക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൊതുവെ ഒരു ശാന്തമാണ് എന്നാണ് നമുക്ക് കാണാനാവുന്നത്. വലിയൊരു ആശങ്ക ഈ നാട്ടുകാർക്കെല്ലാം തന്നെ ഉണ്ട്. ഈ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ശക്തമായിട്ടുള്ള കടലാക്രമണത്തിൽ രാത്രി ഈ വീട്ടിലേക്ക് ഉൾപ്പെടെ വെള്ളം എത്തുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന്റെ ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാനാവുന്നത്. രാത്രി ഏത് സമയത്തായിരുന്നു ഇവിടേക്ക് വെള്ളം കയറി വന്നത്? പകലും രാത്രിയൊക്കെ വെള്ളം അടിച്ചു കയറുക ഇവിടേക്ക് ഉള്ളിലോട്ട് പോണ. കുറച്ചൊരു കല്ലിട്ട പോരാ, അതിന് മുകളിൽ പൊന്തിച്ചിട്ട് ഇതിന് വരുള്ളൂ. മറ്റേ റഫ് ടൈമിന് ഇപ്പൊ ഇറക്കാൻ പറ്റില്ല, അതിന് വരുള്ളൂ. അപ്പൊ ആരും അടിയടിക്കുന്നത്. ഞാൻ ഇപ്പൊ ജനലും ഇത് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അകത്ത് വെള്ളം ഫുള്ളും. വേറെ മഴ കനക്കുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. മഴേന്റെ പ്രശ്നമില്ല, മഴയതും പ്രശ്നമില്ല, കടലിലും പ്രശ്നമുള്ളൂ, വേറെ ഒന്നുമില്ല. കടലാക്രമണം ഉണ്ടാകുമ്പോൾ വീട്ടിനകത്തേക്കാണ് വെള്ളം വരുന്നത്. അടിക്കുന്നത് ഇത് എവിടെ നിന്ന് അടിച്ചത്, എങ്ങനെ പോയിരുന്ന അപ്പുറത്തും വെള്ളം ആ വഴിക്കൂടെ ഒക്കെ ഇതിലേം വരും. പിന്നെ ഇവിടെ എവിടെയൊക്കെ കാത്തെത്തും. ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അമ്മ മരിച്ചു പോയിടാം. അതിനെ കൊണ്ടാണ് ഉറങ്ങാനും പോലും പറ്റില്ല. സ്മിത, ഇതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. ശക്തമായ കടലാക്രമണം ഉണ്ടാകുമ്പോൾ വീടിനകത്തേക്ക് വെള്ളം വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കടൽഭിത്തി ഉണ്ട്, പക്ഷേ കടൽഭിത്തിക്ക് ഉയരം പോരാ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ ശക്തമായ കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഈ കടൽഭിത്തി കടന്നുകൊണ്ട് ഈ റോഡിലേക്കും പിന്നീട് ഈ വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. സമീർ, കടലാക്രമണം രൂക്ഷമാകുമ്പോൾ തീർച്ചയായിട്ടും ആ പരിസരത്തുള്ളവർക്കെല്ലാം തരും, തീരദേശത്തുള്ളവർക്ക് അവർ ആശങ്കയിലാണ്. പക്ഷെ ഇപ്പോൾ കോഴിക്കോട് കടൽ ശാന്തമായിട്ടുണ്ട്, വലിയ മഴ ഇല്ല എന്നാണ് ഇപ്പോൾ സമീർ സി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയത്ത് അതിശക്തമായി വീശിയ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കുമരകം മേഖലകളിലാണ് ശക്തമായ കാറ്റ് വീശിയത്. യാത്രക്കിടെ ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിഞ്ഞു. ബൈക്ക് യാത്രക്കാരൻ നിയന്ത്രണം തെറ്റി വീണു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, പറയൂ. സ്മിത, ശക്തമായിട്ടുള്ള കാറ്റാണ് ഇന്നലെ വീശിയത്. അതുപോലെ തന്നെ മഴയും അതിശക്തമായി തന്നെ പെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും വലിയ നാശനഷ്ടം കോട്ടയം നഗരത്തിലും അതുപോലെ തന്നെ ഈ കുമരകം മേഖലയിലും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് താഴത്തങ്ങാടിയിലാണ്. താഴത്തങ്ങാടി മീനച്ചിലാറിൻ്റെ തീരത്താണ്. ശക്തമായിട്ടുള്ള വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഇവിടെയാണ് ഇന്നലെ ഒരു മരം കടപുഴകിയത്. നമുക്ക് കാണാം, വലിയൊരു മരമാണ്. ആ മരം റോഡിൻ്റെ സമീപത്ത് നിന്നാണ്. ആ റോഡ് അടക്കം ഇളകി മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം. ടാർ വരെ ഇളകി കിടക്കുകയാണ്. മരം ആറ്റിലേക്കാണ് കടപുഴകിയത്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഗതാഗതം സുരക്ഷിതമായിട്ട് വേണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സൈഡ് ഈ മീനച്ചിലാറിൻ്റെ തീരമാണ്. ആ തീരങ്ങളെല്ലാം ഇടിയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഇവിടെ ചില നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇന്നലെ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചെരിഞ്ഞു പോയത്. കുറേ നാളായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഈ സൈഡിൽ തിട്ടകൾ ഇടിയുന്നുണ്ടോ? തിട്ടകൾ ഇടിഞ്ഞോണ്ടാണ് ഇപ്പോൾ ഇവിടെ റിപ്പറാക്കിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ വാതിക്കലും കെട്ടി അതിൻ്റെ അപ്പുറത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ മാവ് പിന്നെ കുറച്ച് നാളായി ചെരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇത് ഇന്നലെ വൈകിട്ട് 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇടിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെയാണ്. അതായത് പല സ്ഥലങ്ങളിലും കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ കാറ്റ് വീശിയതിനെ തുടർന്ന് മരങ്ങൾ കടപുഴകുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് കുമരകം ഭാഗത്ത് അതിശക്തമായിട്ടുള്ളൊരു കാറ്റ് വീശിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഒരു ജോഷി എന്ന് പറയുന്ന ചെങ്ങള സ്വദേശിയുടെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കാണിക്കുക. അതായത് ഒരു ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് ഒന്നാം കലിങ്ങിനും രണ്ടാം കലിങ്ങിനും ഇടയിൽ വെച്ച് വാഹനങ്ങളുടെ നിയന്ത്രണം പോലും നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി.
ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഒരു പാടത്തേക്ക് നിയന്ത്രണം വിട്ട് മാറി തെന്നി മാറുന്നൊരു കാഴ്ച കണ്ടു. അതോടൊപ്പം തന്നെ ഒരു ബൈക്ക് യാത്രകനും ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടമാകുന്ന ഒരു കാഴ്ച കാണാനായി. എന്തായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള കാറ്റ് വീശുന്ന ഒരു കാഴ്ച ഈ ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. ഏതായാലും ആ ബൈക്ക് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എതിർഭാഗത്തു നിന്ന് വന്ന വാഹനങ്ങൾ നിർത്തിയതിനെ തുടർന്ന് വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. വ്യാപകമായ നാശനഷ്ടമാണ് കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് കുമരകത്ത് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. പെരിങ്ങൽകുത്ത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കൂടുതൽ ജലം തുറന്നുവിടുന്നത് പരിഗണനയിലുണ്ട്. ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് കൂടുതൽ ഷട്ടറുകൾ തുറക്കണോ എന്നതിൽ പരിശോധനയുണ്ടാകും. മലക്കപ്പാറയിലും അതിരപ്പള്ളി ഉൾവനങ്ങളിലും കനത്ത മഴയുണ്ട്. ഇന്നലെ രൂക്ഷമായ കടൽക്ഷോഭം നേരിട്ട ചാവക്കാട് ഏങ്ങണ്ടിയൂർ മേഖലകളിൽ രാത്രിയോടെ വെള്ളമിറങ്ങി. ഈ മേഖലയിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. ചാത്തമംഗലം വെള്ളലശ്ശേരിയിൽ 500ഓളം വാഴകൾ നശിച്ചു. കടലേറ്റത്തെ തുടർന്ന് കാപ്പാട് തീരദേശ റോഡ് അടച്ചു. കാറ്റും മഴയും വെള്ളപ്പൊക്കവും കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വാഴ കർഷകരെയാണ്. ചാത്തമംഗലം വെള്ളലശ്ശേരിയിൽ ഇന്നലെയുണ്ടായ കാറ്റിൽ നിലംപൊത്തിയത് 500ലധികം നേന്ത്രവാഴകളാണ്. 1.5 മാസത്തിനകം വിളവെടുക്കാൻ കഴിയുന്ന വാഴകളാണിത്. പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തവരാണ് കർഷകരിലേറെയും. ഈ കൃഷിനാശം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. 500ഓളം വാഴകൾ നശിച്ചുപോയി. പിന്നെ 2 ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്. ഈ വാഴയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഇങ്ങനെ കർഷകൻ തന്നെയാണ് ഞാൻ, വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ജില്ലയിലെ പലയിടങ്ങളിലും ഇങ്ങനെ കൃഷിനാശമുണ്ട്. കനത്ത മഴയിൽ ചെറുപുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ചാത്തമംഗലം സങ്കേതം റോഡ് വെള്ളത്തിലായി. കടൽക്ഷോഭത്തിൽ കാപ്പാട് തീരദേശ റോഡ് കടലെടുത്തു. ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. 24 കോഴിക്കോട്. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. ഇനി പോകുന്നത് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുകയാണ് അനുവദിച്ചിട്ടുള്ളത്. 900 കോടിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത്. ജൂൺ മാസത്തെ പെൻഷനാണ് ഇന്നു മുതൽ നൽകുക. അതാത് മാസത്തെ പെൻഷൻ നൽകുമെന്ന് സംസ്ഥാന ബജറ്റിൽ പറഞ്ഞിരുന്നു. ജൂൺ മാസത്തെ തുക നൽകിയാലും ഇനി 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതം സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയമിക്കണം എന്ന ആവശ്യവും ഭരണപക്ഷം നിയമസഭയിൽ ഉയർത്തുന്നുണ്ട്. ശ്രദ്ധ ക്ഷണിക്കലിനായി പ്രമോദ് നാരായണനാണ് വിഷയം ഉന്നയിക്കുക. അങ്കമാലി ശബരി റെയിൽപാതയും സഭയിൽ ചർച്ചയാകും. എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദ്യോത്തരവേളയിലുണ്ടാകും. ഗതാഗത മത്സ്യബന്ധന വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചകളാണ് ഇന്ന് സഭയിലുണ്ടാവുക. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഇന്ന് KSU മാർച്ച് നടത്തും. താൽക്കാലിക ബാച്ചുകളല്ല, സ്ഥിരം ബാച്ചുകളാണ് ജില്ലയിൽ വേണ്ടതെന്ന് KSU ആവശ്യപ്പെട്ടു. SC/ST OBC ഗ്രാന്റുകൾ ഉടൻ പൂർത്തിയാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. രാവിലെ 11 മണിക്ക് വിദ്യാർത്ഥി ലഹള എന്ന പേരിലാണ് മാർച്ച്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. വയനാട് തലപ്പുഴയിൽ സ്ഫോടക ശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ മാവോയിസ്റ്റുകളെ പ്രതി ചേർത്ത് തലപ്പുഴ പോലീസ് കേസെടുത്തു. പ്രതികൾക്കെതിരെ UAPA ചുമത്തി. ബോംബ് സ്ഥാപിച്ചത് തണ്ടർബോൾട്ടിനെ അപായപ്പെടുത്താനെന്നും FIR-ൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ബോംബ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് നിർവീര്യമാക്കിയത്. പ്രദേശത്ത് തണ്ടർബോൾട്ട് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് കണ്ടെയ്നറുകളുമായി എത്തുന്ന ആദ്യ കപ്പലിനെ തുറമുഖത്തേക്ക് എത്തിക്കുന്നതിനുള്ള ടഗിന്റെ ശേഷി പരിശോധന ഇന്നുണ്ടാകും. ഹാർബറിന് സമീപത്തെ ബൊള്ളാഡ് പൂൾ ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് പരിശോധന നടത്തുക. ഇതിനായുള്ള ഓഷ്യൻ പ്രസ്റ്റീജ് ടഗ് വിഴിഞ്ഞത്ത് ഇന്നലെ നങ്കൂരമിട്ടു. ടഗും ബൊള്ളാഡും തമ്മിൽ പോളി പ്രൊപ്പലൈൻ വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചാണ് പരിശോധന. തിരുവനന്തപുരത്തെ വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പരിശോധന നടത്തുന്നത്. അടുത്ത മാസം ആദ്യത്തോടെ കപ്പൽ എത്തുമെന്നാണ് സൂചന. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ CBI കസ്റ്റഡിയിൽ. ഡൽഹി റൌസ് അവന്യൂ കോടതി 3 ദിവസത്തേക്കാണ് കേജ്രിവാളിനെ CBIയുടെ കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡി സമയത്ത് കേജ്രിവാളിന് കണ്ണട, മരുന്നുകൾ, വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം, ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് ഇവ സൂക്ഷിക്കാനും കോടതി അനുമതി നൽകി. ഭാര്യയെയും ബന്ധുക്കളെയും ദിവസവും 1 മണിക്കൂർ കാണാനും അനുവാദം ലഭിച്ചിട്ടുണ്ട്. ഈ മാസം 29-ന് വൈകിട്ട് 7 മണിക്ക് മുൻപായി കേജ്രിവാളിനെ വീണ്ടും ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ED അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ കഴിയുകയായിരുന്ന കേജ്രിവാളിനെ ഇന്നലെയാണ് CBI അറസ്റ്റ് ചെയ്തത്.
രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ഇന്ന്. പാർലമെന്റിന്റെ ഇരുസഭകളെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് 11 മണിക്ക് അഭിസംബോധന ചെയ്യും. പ്രത്യേക സമ്മേളനത്തിൽ ഇന്നലെ നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിന് തുടർച്ചയായാണ് നയപ്രഖ്യാപന പ്രസംഗം. തുടർന്നുള്ള ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും സഭ സാക്ഷ്യം വഹിക്കും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് നിലപാട് അവതരിപ്പിക്കും. ചർച്ച ഉപസംഹരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ അടുത്ത ദിവസം മറുപടി പറയും. രാജ്യസഭാ സമ്മേളനവും ഇന്ന് ആരംഭിക്കും. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടുകൂടി രാജ്യസഭാ പ്രത്യേക സമ്മേളനത്തിന് തുടക്കമാകും. കർണാടകത്തിൽ നിന്നുള്ള ഒരു അപകടത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ബിഡതിയിൽ കർണാടക RTC ബസ് അപകടത്തിൽപ്പെട്ടു. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് വന്ന ബസ് റോഡരികിലെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആർക്കും സാരമായ പരുക്കില്ല. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഈ സൈൻ ബോർഡിലേക്ക് വാഹനം ഇടിച്ചു കയറി എന്ന് പറയുമ്പോൾ അമിത വേഗത്തിലായിരുന്നോ? വിവരങ്ങൾ കൂടുതൽ ലഭിക്കുന്നുണ്ടോ? അസ്മിതം പുലർച്ചെ 3:45 ഈ അപകടമുണ്ടായത്. ബംഗളൂരുവിനും മൈസൂരുവിനും ഇടയിലുള്ള ബിഡതി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആ കർണാടക RTC സ്ലീപ്പർ ബസ് റോഡരികിലെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറിയത്. കോഴിക്കോട് നിന്ന് രാത്രി 10:30 പുറപ്പെട്ട ബസ്സാണ്. ബംഗളൂരുവിലേക്ക് വന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും അപകടത്തിൽ ആർക്കും സാരമായിട്ടുള്ള പരിക്കുകളില്ല എന്നത് ആശ്വാസകരമാണ്. നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. പിന്നീട് ബസ് നിയന്ത്രണം വിട്ട് ഈ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുലർച്ചെ 3:45 അപകടം. സ്വാഭാവികമായും ഈ സ്ലീപ്പർ ബസ്സാണ്. ഈ യാത്രക്കാരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. ഇടിയുടെ ആഘാതത്തിൽ പലർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കൈക്കും കാലുകൾക്കും എല്ലാം പരിക്കുകളുണ്ട്. എന്നാൽ അത് ഗുരുതരമായ സാരമുള്ള പരിക്കുകളല്ല. സമീപത്തെ ആശുപത്രികളിൽ എത്തി ഇവർ പലരും പ്രാഥമിക ചികിത്സ തേടി തിരിച്ചു പോയിട്ടുണ്ട് എന്നതാണ് ബസ്സിൽ നിന്നുള്ള യാത്രക്കാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മൈസൂരു ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിൽ ഇടയിലാണ് ഈ അപകടം ഉണ്ടായത്. അതിവേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. അവിടെയാണ് ഈ നിയന്ത്രണം വിട്ട് ബസ് അപകടത്തിൽപ്പെട്ടതെന്നാൽ വലിയ അപകടത്തിലേക്ക് പോയില്ല എന്നത് ആശ്വാസകരമാണ്. ശരി, കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ കർണാടക RTC ബസ്സാണ് റോഡരികിലെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറിയത്. ആരുടെയും പരുക്ക് സാരമല്ല. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. മുതിർന്ന BJP നേതാവ് LK അഡ്വാനിയുടെ ആരോഗ്യനില തൃപ്തികരം. ആശങ്ക വേണ്ടെന്ന് എയിംസ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നാണ് അഡ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എയിംസിലെ ജെറിയാട്രിക് വിഭാഗത്തിലാണ് LK അദ്വാനി ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. അദ്വാനിയുടെ കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞു. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 63ആയി. ചികിത്സയിലുണ്ടായിരുന്ന 3 പേർ ഇന്നലെ മരിച്ചു. 88 പേർ ആശുപത്രികളിൽ തുടരുന്നു. 74 പേർ ആരോഗ്യനില വീണ്ടെടുത്തു. സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അണ്ണാ DMK MLA-മാർ ഇന്ന് നിരാഹാര സമരം നടത്തും. സ്പീക്കറുടെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ കിഷോർ മഖ്വാന, ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുഷ്ബു എന്നിവർ ഇന്നലെ കള്ളക്കുറിച്ചിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കേസ് CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ട് ADMK-യും PMK-യും നൽകിയ ഹർജികൾ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജൂലൈ 3 പരിഗണിക്കും. 24 ബിഗ് ബ്രേക്കിംഗ്. കളിക്കവിള കൊലപാതകത്തിൽ വഴിത്തിരിവ്. കൊട്ടേഷൻ നൽകിയതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് ഗുണ്ടാ നേതാവ് ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ വെളിപ്പെടുത്തൽ. കൊട്ടേഷൻ നൽകിയത് ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറാണെന്നും മൊഴിയുണ്ട്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഈ സൂചനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ അമ്പിളിയുടെ നിർണായക മൊഴി ഇപ്പോൾ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുകയാണോ അന്വേഷണത്തെ? എന്താണ് വിശദമായ കാര്യങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത്? സ്മിത, പ്രതി പിടിയിലായെങ്കിലും അടിമുടി ദുരൂഹമായ ഒരു കേസാണ് ഈ കളിക്കവിളയിലെ കൊലപാതകം. അതിൽ പ്രതിയുടെ മൊഴി പല ഘട്ടത്തിലും പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു ഘട്ടത്തിൽ പറയുന്ന മൊഴിയല്ല പിന്നീട് പറയുന്നത് എന്ന നിലയിലായിരുന്നു പ്രതി വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഈ കൊലപാതകം ഒരു കൊട്ടേഷനാണ് എന്നൊരു മൊഴി ഏറ്റവും ഒടുവിലായി ഈ ഗുണ്ടാ നേതാവ് കൂടിയായ ചൂഴാറ്റുകോട്ട അമ്പിളി പറയുന്നത്. ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറായ
ഡീലറാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത്. ഒപ്പം തന്നെ അവിടേക്ക് കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും ഒപ്പം തന്നെ മാസ്കും എത്തിച്ചു നൽകിയതും ഇയാളാണെന്നാണ് ഏറ്റവും പുതുതായി പറയുന്ന മൊഴി. ഇയാൾ നെയ്യാറ്റിൻകരയിലും പാറശാലയിലുമായി ഇത്തരത്തിൽ ആശുപത്രി ഉപകരണങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഈ മേഖലകളിൽ കേന്ദ്രീകരിച്ച് ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ മൊഴി പോലീസ് വിശ്വാസത്തിലും എടുത്തിട്ടില്ല. കാരണം നിലവിൽ തന്നെ ഈ കൊലപാതകവും ഒപ്പം തന്നെ പിടികൊടുത്തതും ആസൂത്രിതമാണോ എന്നൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാര്യം ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ ഒരു ദൃശ്യം മോഡൽ രീതിയിലാണ് പ്രതി മറുപടി പറയുന്നത്. അടുത്ത ചോദ്യം എന്തെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിന് നേരത്തെ മൊഴി നൽകുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഈ മൊഴികളിൽ അത്രയും സർവത്ര വൈരുദ്ധ്യമുണ്ട്. അത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കാൻ വേണ്ടിയാണോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വളരെ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് നിലവിലുള്ള കണ്ടെത്തൽ. കാരണം കൊലപാതകം നടക്കുമ്പോൾ പ്രതിയുടെ മൊബൈൽ ഫോൺ മലയത്തെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫോൺ വീട്ടിൽ വെച്ച ശേഷമാണ് പ്രതി കൃത്യത്തിന് ഇറങ്ങിയത്. കൃത്യം നടക്കുന്ന സമയം പ്രതി വീട്ടിലുണ്ടായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചേർന്നത്. കൊട്ടേഷൻ നൽകിയതിനെ തുടർന്നാണ് ഈ കൊലപാതകം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ലൈനപ്പായി ഫ്രാൻസ് ബെൽജിയം മത്സരമാണ് കൂട്ടത്തിലെ ഗ്ലാമർ പോരാട്ടം. ജർമ്മനി ഡെൻമാർക്കിനെയും പോർച്ചുഗൽ സ്ലൊവേനിയയെയും നേരിടും. ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ സ്ലൊവാക്കിയാണ്. നിലവിലെ ചാമ്പ്യന്മാർ ഇറ്റലി സ്വിറ്റ്സർലൻഡിനെ നേരിടും. ക്രൊയേഷ്യ പോളണ്ട് എന്നിവരാണ് പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായ പ്രമുഖർ. ശനിയാഴ്ച മുതലാണ് പ്രീ ക്വാർട്ടർ റൗണ്ടിന് തുടക്കമാവുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. റെയിൽവേ ഗേറ്റ് കാരണം ദുരിതത്തിലായിരിക്കുകയാണ് തൃശൂർ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏറെക്കാലമായി ചുവപ്പ് നാടയിൽ കുരുങ്ങി മേൽപ്പാലം യാഥാർത്ഥ്യമാകാതായതോടെ വാഴാനി മച്ചാട് മേഖലകളിലെ ജനങ്ങൾ വലയുകയാണ്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. റെയിൽവേ ഗേറ്റ് ഉയരുന്നതും കാത്ത രോഗികളടക്കം നിരവധി പേർ കാത്തുനിൽക്കണം. ഒരു ട്രെയിൻ പോയി ഗേറ്റ് തുറക്കുന്നതും കാത്തുനിൽക്കുന്നതിനിടെയാണ് മറു ട്രാക്കിൽ ചൂളം വിളിച്ച് വീണ്ടും തീവണ്ടി എത്തുക. കുരുക്കിൽ കുരുങ്ങി വാഹനയാത്രകൾ ഇതോടെ വലയും. വടക്കാഞ്ചേരി നഗരത്തിൽ നിന്ന് വാഴാനി റോഡിൽ എങ്കക്കാട്ടും മാരാത്തുകുന്നിലും 2 റെയിൽവേ ഗേറ്റുകളാണുള്ളത്. ഗേറ്റ് അടച്ചാൽ ഇരുഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ളവരും മച്ചാട് പ്രദേശത്തിലേക്കുള്ളവരുമാണ് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഇതുമൂലം 2 റെയിൽവേ ഗേറ്റുകൾക്കുമിടയിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പലകുറി ഇത് കാണിച്ച് ജനപ്രതിനിധികൾക്കടക്കം പരാതികൾ നൽകി. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. എങ്ങോട്ടെന്നില്ലാതെ ചൂളം വിളിച്ചു പായുന്ന തീവണ്ടികൾ പോലെ ഇവിടത്തുകാരുടെ യാത്രാ ദുരിതവും നീളുകയാണ്. 24 തൃശൂർ. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു.